ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യോപനിഷത്ത് അധ്യായം 2 ഒന്നാം ബ്രാഹ്മണം. അഥ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാഢ്യോ ദ്വാസപ്തതിസഹസ്രാണി ഹൃദയാത്പുരീതം അഭിപ്രതിഷ്ഠന്തെ താഭി പ്രത്യവസൃപ്യ പുരീതതിശ്യേതേ സ യഥ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അതിഘ്നീം ആനന്ദസ്യ ഗത്വാ ശയീത ഏവമേവ യേഷ ഏതച്ഛേദേ. കഴിഞ്ഞ ദിവസം ഇഹ ഹി വിദ്യാവിദ്യാവിഷയോപന്യസ്ഥവും അവിടെയാണ് നമ്മൾ നിർത്തിയത്. ആത്മീയത്തെ ഉപാസീത ആത്മാനമേവ ആവേത് ആത്മാനമേവ ലോക ഉപാസീത ഇത് വിദ്യാവിഷയം. തഥാ വിദ്യാവിഷയശ്ച പങ്ക്തം കർമ്മ തദ്ഫലം ച അന്നത്രയം നാമരൂപ കർമാത്മകമിതി. തത്ര അവിദ്യാവിഷയ വക്തവ്യം സർവമുക്തം വിദ്യാവിഷയസ്തു ആത്മാ കേവല ഉപന്യസ്തു നിർണയിത തന്ത്രണയായ ച ബ്രഹ്മദേ ബ്രവാണീതി പ്രക്രാന്തം ജ്ഞപയിഷ്യാമീതി ച. ഇവിടെ ഈ ഉപനിഷത്തിന്റെ സന്ദർഭങ്ങളെ രണ്ടായി പിരിക്കുകയാണ്. മൊത്തം വേദത്തെ അല്ല, ഉപനിഷത്തിന്. ഒന്ന് വിദ്യ, മറ്റൊന്ന് വിദ്യ. ഒന്ന് വിദ്യാവിഷയം, മറ്റൊന്ന് വിദ്യാവിഷയം. അതിൽ പൊതുവെ അവിദ്യ എന്ന് പറയുന്നത് കർമ്മവും ഉപാസനയുമാണ്. വിദ്യ എന്ന് പറയുന്നത് ജ്ഞാനത്തെ. അതാണ് സാധാരണ. ഇവിടെ ഉപനിഷത്തിലെ അകത്തുനിന്നുള്ള ചർച്ച ആയതുകൊണ്ട് ഉപാസന എടുക്കുന്നു, അവിദ്യ എന്നുള്ളതുകൊണ്ട്. വിദ്യ എന്നുള്ളതുകൊണ്ട് തത്വജ്ഞാനത്തെ എടുക്കുന്നു. ആ തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? ആത്മീയത്തെ ഉപാസീത എന്ന് വളരെ ദീർഘമായി ചർച്ച ചെയ്തതാണ്. ഇതിന് വിദ്യാസൂത്രം എന്ന് പറഞ്ഞു. ആത്മാനമേവ ആവേത് ആത്മാനമേവ ലോക ഉപാസീത വിദ്യാവിഷയം. ഇവിടെയെല്ലാം വിദ്യയുടെ വിഷയമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, ആത്മതത്വത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പോൾ ഇവിടെ ആത്മീയത്തെ ഉപാസീത. ഉപാസീത എന്നുള്ള ശബ്ദം വരുന്നതുകൊണ്ട് ഉപാസനയാകത്തില്ല.
എവിടെയെങ്കിലും ഉപാസീത എന്നൊരു ശബ്ദം കണ്ട് അതുകൊണ്ട് ഇത് ഉപാസനയാണ് അങ്ങനെ നിശ്ചയിക്കാൻ വയ്യ. അവിടുത്തെ വിഷയം എന്താണ്? അതാണ് ആത്മതത്വമാണ് വിഷയമെങ്കിൽ ഇവിടെ ആത്മാനമേവ ലോക ഉപാസീത. ഉപാസീത ശബ്ദം കൊണ്ട് ഉപാസനയാകത്തില്ല. ഇനി ഉപാസീത എന്നുള്ള ശബ്ദം വേണ്ട, അവിടെ ഉപാസനയാകും. തഥാ വിദ്യാവിശേഷ പാങ്ക്തം കർമ്മ, പാങ്ക്ത കർമ്മത്തെക്കുറിച്ച് പറയുന്നു. തദ്ഫലം അന്നത്രയും മുമ്പ് വന്നാണ്. വസനഭാഗങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി. നാമരൂപ കർമാത്മകമായ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഉപാസീത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ആവശ്യമില്ല. ഒരു ഭാഗം അത് തത്വജ്ഞാനത്തെയാണോ അതോ ഉപാസനയെക്കുറിച്ചാണോ എന്നുള്ളത് ഈ ശബ്ദം കൊണ്ടല്ല മനസ്സിലാക്കുന്നു, വിഷയത്തിനനുസരിച്ചാണ്. ആത്മീയത്വ ഉപാസീത എന്ന് പറയുന്നിടത്ത് ആത്മതത്വത്തെ വിശദമായി ചർച്ച ചെയ്തു. തത്വമസി അവിടെ അതുപോലെ ചർച്ച ചെയ്തു. മറ്റു പല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു ശബ്ദമില്ലാതിരുന്നിട്ട് കൂടി അവിടെ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ വേദത്തെ ഇങ്ങനെ മൂന്നായി വിഭജിക്കുമ്പോൾ കർമ്മം, ഉപാസന, ജ്ഞാനം എന്ന് വിഭജിക്കുമ്പോൾ മൂന്നിനെയും മൂന്നായി തന്നെ മനസ്സിലാക്കണം. കർമ്മത്തെ കർമ്മമായി ഗ്രഹിക്കണം, ഉപാസനയെ ഉപാസനയായിട്ട് ഗ്രഹിക്കണം, തത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് തത്വമായിട്ടാണ് ഗ്രഹിക്കണം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ പുസ്തകമായിട്ട് ധരിച്ചില്ലെങ്കിൽ എന്ത് കുഴപ്പം പറ്റും? അതിന് ഭ്രാന്തി എന്ന് പറയും, ഭ്രമം. ഈ മൂന്ന് കാര്യങ്ങളെയും ഒന്നിനെ മറ്റൊന്നായി ധരിച്ചു കഴിഞ്ഞാൽ അതാണ് ഭ്രമം. ഭ്രമത്തിന്റെ ലക്ഷണം പറയുന്നതാണ്. ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്നു ഭ്രമം. കർമ്മത്തെ ജ്ഞാനമായി ധരിച്ചാൽ അത് ഭ്രമം, ജ്ഞാനത്തെ കർമ്മമായി ധരിച്ചാൽ അത് ഭ്രമം. അതുപോലെ ഉപാസനയെ സംബന്ധിച്ച് ഇതിനെ എങ്ങനെ അങ്ങനെ കൃത്യമായി വേർതിരിക്കുന്നു? കർമ്മജ്ഞാന ഉപാസനകളെ കർമ്മത്തെ വേർതിരിക്കുന്നത് മുഖ്യമായിട്ടും കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയും. കർമ്മം സഫലമാണ്, അപ്പോൾ കർമ്മത്തെ മാറ്റി നിർത്തേണ്ടി വരും. ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് ഫലത്തെക്കുറിച്ച് പറഞ്ഞു. ചക്ഷുഷ്മാൻ ഭവതി, അത് വരുന്നു, ഇത് വരുന്നു, കണ്ണുള്ളവനാകുന്നു, ചെവിയുള്ളവനാകുന്നു, സന്താനമുള്ളവനാകുന്നു, സമ്പത്തുള്ളവനാകുന്നു. അതും ഫലത്തിന് വേണ്ടിയുള്ള കാര്യം. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയും, അടുത്ത് പറയും, ഇവിടെ തന്നെ ഞാൻ വിശദീകരിച്ചു പറയും. തത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്താണ് ഇവിടെ? അജ്ഞാനനാശം, കൃതകൃത്യത, സംസാര നിവൃത്തി, ഇതാണ് ഇവിടെ ഫലമായി കാണുന്നത്. അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നായി ധരിക്കാൻ പാടില്ല. അത് ഭാഷ്യകാരനിവിടെ വിശദീകരിക്കുകയാണ്. വാർത്തികാരനും പറയുന്നു, അവിദ്യ പ്രതിപക്ഷായ വിദ്യായ വിഷയോധന പ്രവക്തവ്യോ പദസ്തത് യോഗ്യു പ്രശ്നു ദൗ സമുദാഹൃതൗ. ഇവിടെ ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ കുതഹ, ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ വന്നത് തന്നെ എന്താണ്? അവിദ്യക്ക് പ്രതിപക്ഷയായിരിക്കുന്ന വിദ്യ. അവിദ്യ എന്തോ അതിന് നേർ വിപരീതമാണ് വിദ്യ. രണ്ടും ഒന്നല്ല. ഇരുട്ടെന്തോ അതിന് നേർ വിപരീതമാണ് വെളിച്ചം. രണ്ടിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒക്കത്തില്ല. അങ്ങനെ പറയാൻ പറ്റും, ഇരുട്ടും വെളിച്ചവും ഒന്ന് തന്നെ. ഈ ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റും? ഇരുട്ടിനെ മാറ്റി നിർത്തിയേ പറ്റും. ഇത് ഇരുളാണ്,
ഇത് വെളിച്ചമാണ്. ഇരുട്ടിനെ നിഷേധിച്ചേ പറ്റൂ. ഇത് ഇരുളല്ല. അപ്പോൾ അവിദ്യയും വിദ്യ എങ്ങനെ ഒന്നാക്കും? സാധ്യമല്ല. ചില ചോദിക്കും, കർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത് നമുക്കവിടെ ഒരു പരമാർത്ഥ തത്വത്തെ അതിൽ കണ്ടെത്തിക്കൂടെ? നിങ്ങൾക്ക് കാണാം, കണ്ടു കഴിഞ്ഞാൽ അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഒന്നിനെ മറ്റൊന്നായി കാണുന്നു, ഇരുളിനെ വെളിച്ചമായി കാണുന്നു, അത് ഭ്രാന്തി. ഉപാസനയെ തത്വചിന്താപരമായി വ്യാഖ്യാനിക്കുന്നു. ആധുനിക വ്യാഖ്യാതാക്കളൊക്കെ എങ്ങനെയാണ്? ഈ വൈദികമായ സമ്പ്രദായവുമായി പരിചയമില്ലാത്തവർ, ആധുനിക ആചാര്യന്മാർ ഉപാസനകളെല്ലാം തത്വചിന്താപരമായി വ്യാഖ്യാനിക്കും. അത് ഭാഷകാരൻ പലയിടത്തും പറയും, ഇത് സ്വകപോല കൽപ്പിതമല്ല. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ്. ഉപാസനയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ട്. അവിടെ അതിനെ മറ്റൊന്നാക്കിയാൽ അത് ഈ വേദവ്യാഖ്യാനത്തിൻ്റെ ഒരു മര്യാദയുണ്ട്, അതിൻ്റെ ഉല്ലംഘനമാണത്. വ്യാഖ്യാനത്തിൽ നമുക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ വരാം. പക്ഷെ അങ്ങനെ ഒരു വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ആ വ്യാഖ്യാനത്തിന്റെ മര്യാദയെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും. അല്ലാതെ എല്ലാവരും ഒരേ അർത്ഥം പറയണമെന്നില്ല. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഭാഷ്യകാരൻ പ്രത്യേകിച്ചും വൈദിക ധർമ്മവുമായിട്ട് അടുത്ത് വന്ന ഒരു കാലത്ത് ജീവിച്ചയാൾ എന്താണ് കർമ്മം, എന്താണ് ഉപാസന, ഇതൊക്കെ നേരിൽ കണ്ടയാൾ. നമ്മളിതൊന്നും നേരിൽ കാണുന്നില്ല. നമ്മൾ ഈ കാലത്ത് ജീവിച്ചിട്ടില്ല. അപ്പോൾ ആ കാലത്ത് ജീവിക്കുകയും അതുകൊണ്ട് നേരിട്ട് ഇടപഴകുകയും ചെയ്ത ഒരാള് ആ വിഷയങ്ങളിൽ നമ്മളെക്കാളും പ്രാമാണികനായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യ വിഭജനത്തെ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. ഉഷാവ അശ്വസ്യമേധ്യസ്യ ശിരഃ നമ്മൾ തുടങ്ങിയ ഭാഗമാണ്. പക്ഷെ അത് നിങ്ങളതിനെ ഒരു തത്വജ്ഞാനമായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്താണോ? ഉപാസന എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും. അവിടെ നിങ്ങൾ ഭ്രാന്തനുമാകുന്നു. അപ്പോൾ എന്താ ഇവിടെ വ്യത്യാസം? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉപാസനയും തത്വജ്ഞാനവുമായിട്ട് ഉപാസന കേവലം ഭാവന, ഉഷസ് അശ്വമേധത്തിലെ അശ്വത്തിന്റെ ശിരസ്സാണ്. ഇതൊരു ഭാവനയാണ്, ഒരു തത്വമല്ല. എന്തുകൊണ്ട് തത്വമല്ല? ഉഷസ്സിനൊരിക്കലും അശ്വത്തിന്റെ ശിരസ്സാവാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് വാസ്തവമല്ല. അപ്പോ ഇത് ഉപാസനയാണെന്നൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഉഷാവാശ്വസ്യശിര, ഉഷസ് എന്ന് പറയുന്ന അശ്വത്തിന്റെ ശിരസ്സാണെന്നുള്ളത് ഒരു ഉപാസനയാണ്, ഭാവനയാണ്. അത് വൈദികമായ ഒരു ഉപാസനാ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ ഇത് കേട്ടുകഴിഞ്ഞാൽ തോന്നുന്നു ഇതെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. ഉഷസ് അങ്ങനെ അശ്വത്തിന്റെ ശിരസ്സാവും. അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മറ്റെന്തോ ആണ്. ശിരസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ് അർത്ഥം. ശരി, മറ്റെന്തെങ്കിലും ഒരർത്ഥമാകാം. ഈ അർത്ഥം ഉഷസ് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എങ്ങനെ കിട്ടുന്നു? ശിരസ് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എന്ത് വ്യുത്പത്തി അനുസരിച്ച് കിട്ടുന്നു? അത് തന്റെ കപോല കൽപ്പിതം. അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. ഉപാസന ഭാവനയാണ്,
ശിവലിംഗത്തെ മുമ്പിൽ വയ്ക്കുന്നു. അത് വെറും ഒരു കൽക്കഷണമാണ്. അതിൽ പൂജിക്കുന്ന ആർക്കും അറിയാം ഇതൊരു വെറും കൽക്കഷണമാണ്, ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു കൽക്കഷണം. അവിടെ ശിവനാണെന്ന്, അത് ശിവനാണെന്ന് കരുതണമെങ്കിൽ കേവലം ഭാവന, അതല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനെ ഭാവന ചെയ്യുക. ശിവൻ അതല്ല എന്നുള്ളത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ്, വെറും ഒരു കല്ലാണെന്നുള്ള കാര്യം. പക്ഷേ ഗുരുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ ആ കല്ലിൽ തന്നെ അവന് ശ്രദ്ധ, ഭക്തി, വിശ്വാസം എല്ലാം, ആ കല്ലിന്റെ മുമ്പിൽ തന്നെ അവനത് കല്ലാണെന്നുള്ള കാര്യം വിസ്മരിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കും. അത് ഭാവനാദാർഢ്യം, ഭാവനയുടെ അനന്തരഫലമായി വരുന്ന കാര്യങ്ങൾ. ആ ഭാവനാദാർഢ്യം കൊണ്ട് അവന് അതിൽ നിന്നും ഫലമുണ്ടാകുന്നു, ഫലപ്രാപ്തി ഉണ്ടാകുന്നു. ഇതാണ് ഉപാസനയുടെ രീതി. അദ്വൈതി ആയതുകൊണ്ട് കാണുന്നതിനെല്ലാം അദ്വൈതപരമായി വ്യാഖ്യാനിക്കണം എന്ന് കരുതുന്ന അബദ്ധമാണ്. ചോദിക്കും, ശുനിചൈവ സ്വപാകേജ പണ്ഡിത സമദർശന. ശുനിയിലും നായിലും നായ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവനുമെല്ലാം ആ പരമാത്മാ തത്വദർശനം, അതാണ് പറയുന്നത്. സർവത്തിലും ഏകത്വബോധം, ആ തത്വദർശനം അത് വേണ്ട. കർമ്മത്തിലും ഉപാസനയിലും എല്ലായിടത്തും ആ തത്വദർശനമായിരുന്നു. എന്ന് ചോദിക്കും, അങ്ങനെ കാണുന്നതിന് എന്താ തെറ്റ്? എല്ലാത്തിനും ഒരു പരമാത്മ തത്വമായി കണ്ടെത്തുക. എല്ലാം ഒരു പരമാത്മ തത്വമാണ്. ഒരു പരമാത്മ തത്വത്തിൽ പ്രകടമായതെല്ലാം തന്നെയാണ് കർമ്മവും ഉപാസനയും തത്വജ്ഞാനവും. അതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത് വ്യാഖ്യാനത്തിന്റെ കാര്യത്തിലാണ്. ഇവിടെ എല്ലാം ഒരു പരമാത്മ തത്വം എന്നുള്ള കാര്യത്തിലല്ല പറയുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള കാര്യമാണ്. ശബ്ദാർത്ഥ വ്യുത്പത്തിക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. എല്ലാം പരമാത്മ തത്വം തന്നെ. തത്വം അറിയുന്നവനും മനുഷ്യനെ കണ്ടാൽ മനുഷ്യനാണെന്നും മൃഗത്തെ കണ്ടാൽ മൃഗമാണെന്നും തിരിച്ചറിയുന്നില്ലേ? മാത്രമല്ല, ഇത് നായാണ്, ഇത് ബ്രാഹ്മണനാണ്, ഇത് മൃഗമാണ്, ഇത് നായ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവനാണ് എന്നുള്ള ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും ഒരു പരമാത്മ തത്വമാണ്. പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഭേദത്തെ അനുവദിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഭേദത്തെ അനുവദിച്ചുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഇതിന്റെ അടിസ്ഥാന തത്വം ഒന്നാണ്. ആ തത്വബോധം കൊണ്ട് ഈ ഭേദത്തെ നിരാകരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആ തത്വബോധമുള്ള ഒരാളിന് പുരുഷനെ കാണുമ്പോൾ സ്ത്രീയെന്നും സ്ത്രീയെ കാണുമ്പോൾ പുരുഷനാണെന്നും തോന്നുന്നു, മനുഷ്യനെ കാണുമ്പോൾ മൃഗമെന്ന് തോന്നുന്നു. അങ്ങനെ അനുഭവത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോ അതല്ല ഇവിടുത്തെ വിഷയം. തത്വദൃഷ്ടി വേണം, പക്ഷെ വ്യാഖ്യാനം നിയമങ്ങളനുസരിച്ചായിരിക്കും. അത് കർമ്മത്തെ കർമ്മമായി തിരിച്ചറിയണം. കാരണം കർമ്മം അനുഷ്ഠിക്കേണ്ടവരുണ്ട്, ഇവിടെ ഉപാസന അനുഷ്ഠിക്കേണ്ടവരുണ്ട്, തത്വജ്ഞാനത്തെ പിന്തുടരേണ്ടവരുമുണ്ട്. ഈ ലോകം എന്നും അങ്ങനെയായിരിക്കും. എല്ലാവരും കർമ്മികളോ, എല്ലാവരും ഉപാസകരോ, എല്ലാവരും തത്വജ്ഞാനികളോ ആകാൻ പോകുന്നില്ല.
അപ്പോൾ ലോകത്തിന് വേണ്ടതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ വ്യവഹാരത്തിലുള്ളത്. അതുകൊണ്ട് അതിനെ ഓരോന്നിനെയും അതാതിന്റെ തലത്തിൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് അവൻ ഒരു ഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുന്നു പറയേണ്ടി വരും. ഒന്നിനെ മറ്റൊന്നായി കാണുന്നതാണ് ഭ്രാന്തി. പുസ്തകത്തെ മറ്റൊന്നായി കണ്ടുകഴിഞ്ഞാൽ ഭ്രാന്തിയാണ്. അപ്പോൾ ആ തത്വദൃഷ്ടി അത് നല്ലതാണ്. പക്ഷെ ആ തത്വദൃഷ്ടി പാരമാർത്ഥികമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഭേദം വ്യാവഹാരികമാണെന്ന് മനസ്സിലാക്കണം. തത്വദൃഷ്ടി ഒരിക്കലും ഈ വ്യാവഹാരികമായ ഭേദത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് ഇതിനെ അംഗീകരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗുരുവിന് ശിഷ്യന് ഉണ്ടാകാതെ വരും, ഗുരു ശിഷ്യനും തമ്മിൽ ഭേദമില്ലാതെ വരും, ഉപദേശിക്കാൻ കഴിയാതെ വരും. ആരാരും ഉപദേശിക്കും, അതൊക്കെ അസംബന്ധമാണ്. അതുകൊണ്ട് ഈ ഭേദത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മത്തെ കർമ്മമായി, ഉപാസനയെ ഉപാസനയായി, തത്വജ്ഞാനത്തെ തത്വജ്ഞാനമായി തന്നെ മനസ്സിലാക്കണം. അതിൽ ഒരു വ്യത്യാസം വന്നാൽ അത് ഭ്രാന്തിയാണ്. അങ്ങനെ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭ്രാന്ത പ്രലപനം എന്ന് പറഞ്ഞ് വിവേകികൾ അതിനെ തള്ളിക്കളയും. ഏതുപോലെ രജ്ജുവിലൊരാൾ സർപ്പത്തെ കണ്ടു, എന്നിട്ട് അയാൾ നിലവിളിക്കുകയാണ്, സർപ്പം സർപ്പം, ഭയന്ന് നിലവിളിക്കുകയാണ്. എന്താ അയാൾ നിലവിളിക്കുന്നത്? പരമാർത്ഥമല്ലേ? ആണ്. സർപ്പം എന്ന് പറയുന്നത് ശരിയല്ലേ? അത് ശരിയാണ്. അയാൾ കാണുകയാണ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ച് സർപ്പം ഇവിടെ പരമാർത്ഥമാണ്. അയാളെ സംബന്ധിച്ച് നിലവിളിയും പരമാർത്ഥമാണ്. അയാൾ ആത്മാർത്ഥമായിട്ട് നിലവിളിക്കുകയാണ്. കാരണം അയാളെ സംബന്ധിച്ച് ഒരു സംശയമില്ല. പക്ഷെ വിവേകി മനസ്സിലാക്കുന്നു, അതയാളുടെ മൂഢതയാണ്. വിവേകിക്ക് അത് തള്ളിക്കളയേണ്ടി വരും. അയാളെ സംബന്ധിച്ചത് തത്വമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണോ ഒന്നിന്റെ വാസ്തവം അത് മനസ്സിലാക്കാതെ അതിനെ മറ്റൊന്നായി കണ്ടു. അപ്പോൾ അയാള് ശുക്തിക മുത്തിച്ചിപ്പിയെ കണ്ടു, രജതമായിട്ട് ധരിച്ചു. ഇവിടെ ഭയമൊന്നുമില്ല. രജതത്തെ കണ്ട് വെള്ളിയായിട്ട് കണ്ട് മുത്തിച്ചിപ്പി. അവിടെ അയാൾക്ക് നിർവൃതിയാണ്. എത്രയോ കാലമായി ഞാൻ കാത്തിരുന്ന രജതം, സമ്പത്ത് എന്റെ കയ്യിൽ നിർവൃതിയാണ്. വിവേകി കണ്ടിട്ട് ആ നിർവൃതിയെ അനുമോദിക്കുമോ? ശരി, നീ ധനവാനായി, നീ ധന്യനായി എന്ന് പറയൂ? ഇല്ല. ഭ്രാന്തനാണത്. ഭ്രാന്തന്റെ നിർവൃതി വാസ്തവത്തിലുള്ള നിർവൃതിയല്ല. ഭ്രമത്തിനടിമപ്പെട്ടിട്ടാണ് നിങ്ങൾ അതിനെ നിർവൃതി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ നിർവൃതിയായി സ്വീകരിക്കാൻ വിവേകിക്ക് കഴിയത്തില്ല. സഹതപിക്കാനേ കഴിയും. സാധു ഏതൊരു മനോരാജ്യത്തിലാണ്. ഇയാൾക്കൊരിക്കലും ധന്യനാകാൻ ഇതുകൊണ്ട് സാധ്യമല്ല. അടുത്ത നിമിഷം ഇതെല്ലാം മറഞ്ഞു പോകും. വിവേകിക്ക് അവിടെ പരമാവധി ചെയ്യാന്നുള്ള സഹതാപം മാത്രം. അതുപോലെയാണ് ഇവിടെ ഒന്നിനെ മറ്റൊന്നായി ധരിച്ചിട്ട് അങ്ങനെ അതിനെ ധരിച്ച് അതിൽ അഭിരമിക്കുക. അത് മോഹത്തിൽ നിന്നുണ്ടാകുന്ന നിർവൃതിയാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഉപാസനയായി ഗ്രഹിക്കുക, തത്വജ്ഞാനത്തെ തത്വജ്ഞാനമായി ഗ്രഹിക്കുക. ഒന്നിനെ മറ്റൊന്നായി ഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചിലരുടെ മനസ്സിൽ സംശയമുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ആരുടെയും മനസ്സിലുണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പ്. എന്റെ മുമ്പിലിരിക്കുന്ന ആഭരണമാണ്. ആഭരണത്തെ സ്വർണമായി ധരിക്കുന്നു. ഇതും ഒന്നിനെ മറ്റൊന്നായി ധരിക്കുകയല്ലേ? ഇതും ഒരു ഭ്രാന്തിയല്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇതിന് ഞാൻ ഓരോ കടലാസുകളായി ധരിക്കുന്നു. ഇത് ഭ്രാന്തിയല്ലേ? എന്റെ മുമ്പിലിരിക്കുന്ന വസ്ത്രമാണ്. ഞാനതിനെ നൂലുകളായി കാണുന്നു. വസ്ത്രത്തെ നൂലായി കാണുന്നു. വസ്ത്രത്തെ വസ്ത്രമായി കാണുന്നില്ല, മറ്റൊന്നായി കാണും. ഒന്നിനെ മറ്റൊന്നായി കാണുന്നതാണ് ഭ്രമമെങ്കിൽ ഇതൊക്കെ ഭ്രമമല്ലേ? അപ്പോൾ നിങ്ങളീ പറയുന്ന തത്വദർശനം എന്താണോ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ മറ്റൊന്നായി കാണുന്നതാണ്. അത് ഭ്രമമാകത്തല്ലേ? ഇങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടായോ? വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് സംശയമില്ലാത്തവർക്ക് സംശയം ഉണ്ടാക്കുകയാണ്. അതസ്മിൻ തദ്ബുദ്ധി ആചാര്യസ്വാമികൾ അതല്ലാത്തതിന് അതായി തോന്നുന്നു. അതാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നായി കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതല്ലാത്തത് അതല്ലായി കാണുന്നു, മറ്റൊന്നായി കാണുന്നു. അപ്പോൾ വസ്ത്രത്തെ കണ്ടിട്ട് നൂലാണെന്ന് തോന്നിയത് ഭ്രമമാവണമെങ്കിൽ വസ്ത്രം നൂലല്ലാതിരിക്കണം. വസ്ത്രത്തിനൊരിക്കലും നൂലല്ലാതിരിക്കാൻ കഴിയത്തില്ല. വസ്ത്രത്തിന് നൂലായിട്ടിരിക്കാനേ കഴിയൂ. വസ്ത്രത്തിൽ നിന്ന് നൂലിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ചിന്തിക്കാൻ കൂടിയൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ്? ഒന്നിനെ മറ്റൊന്നായി കാണുകയല്ല, ഒന്നിന്റെ വാസ്തവത്തെ കാണുകയാണ്. ആഭരണത്തിന്റെ വാസ്തവം എന്താണ്? സ്വർണം. വസ്ത്രത്തിന്റെ വാസ്തവം എന്താണ്? നൂല്. ഇത്തരത്തിലൊരു വസ്തുവിന്റെ പരമാർത്ഥത്തെ കാണുമ്പോൾ അത് കാണണം. അപ്പോൾ കർമ്മത്തിന്റെ പരമാർത്ഥം എന്താണ്? കർത്താവ്, കാരകം, ക്രിയ, ഫലം ഇതെല്ലാം കൂടി ചേർന്നാണ് അതിന്റെ പരമാർത്ഥം. ഉപാസന, അതിന്റെ പരമാർത്ഥം എന്താണ്? ഉപാസ്യമായ വസ്തു, ഉപാസന എന്ന് പറയുന്ന ഭാവന, അതിന്റെ ഫലം ഇതെല്ലാം കൂടി ചേരുന്നതാണ്. തത്വജ്ഞാനം എന്താണ്? അതിന്റെ സ്വരൂപം എന്താണ്? ആത്മപ്രകാശം, സംസാര നിവൃത്തി, കൃതകൃത്യത, അജ്ഞാനനാശം, ഇതൊക്കെയാണ് അതിന്റെ സ്വരൂപം. അപ്പോൾ അതിനെ അതിന്റെ സ്വരൂപമായി ധരിക്കുന്നിടത്ത് നമുക്ക് ഭ്രമമില്ല. മറിച്ചായിക്കഴിഞ്ഞാൽ അത് ഭ്രമമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നിടത്ത് നമ്മുടെ ഭാവനയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനെയും വരും. ഒരാൾ ഭ്രാന്തമായി പറയുന്ന ജൽപ്പനങ്ങൾ വ്യാവഹാരികമായി ശരിയായി അങ്ങനെ വരാം. പക്ഷെ തത്വത്തിൽ അവിടെ തകരാർ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വൈദികമായ ഒരു മര്യാദ അത് മനസ്സിലാക്കാതെ ഇതിനെല്ലാം കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഭ്രാന്തിയിലായിരിക്കും, തത്വജ്ഞാനത്തിലായിരിക്കത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരതിനെ വേർതിരിച്ച് പറയുന്നു. നിങ്ങൾ ഈ വിദ്യയും അവിദ്യയും കൂട്ടിക്കുഴയ്ക്കരുത്. വിദ്യയ്ക്ക് വിദ്യയുടേതായ തത്വം, അവിദ്യയ്ക്ക് അവിദ്യയുടേതായ തത്വം. രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കണം.
കർമ്മത്തിന് കർമ്മത്തിന്റെ സ്ഥാനം, ഉപാസനയ്ക്ക് ഉപാസനയുടെ സ്ഥാനം, തത്വജ്ഞാനത്തിന് അതിന്റെ സ്ഥാനം. ഈ ജീവന്മാരിൽ ഇതിനെല്ലാം അധികാരികളുണ്ട്. അവരത് അനുഷ്ഠിക്കും. അതുകൊണ്ട് ഇവിടെ ഉപനിഷത്തിൽ ഇത് രണ്ടും വരും. അതുകൊണ്ടാണ് ഉപാസനയുടെ ഭാഗം വന്നപ്പോൾ നമ്മളത് ഉപേക്ഷിച്ചത്. എന്തുകൊണ്ടത് ഉപേക്ഷിച്ചു? കാരണം ഈ ഉപാസന കർമ്മം ഇത് പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. വൈദിക കർമ്മങ്ങളുണ്ട്, അതിനോട് ചേർന്ന് വരുന്ന ഉപാസനകൾ, അതിനോട് ചേരാത്ത ഉപാസനകൾ, ഇതെല്ലാം അതിന്റെ സന്ദർഭങ്ങളെല്ലാം അതാത് ഫലത്തിന് വേണ്ടി പറയുന്നു. ഇവിടെ ഒരു ഉപാസനയെ കുറിച്ച് പറയുന്നു ഇതിന്റെ ഫലം പുത്രന്മാരുണ്ടാവുകയാണ്. ബ്രഹ്മചാരികളുടെ അടുത്ത് പുത്രന്മാരുണ്ടാകുന്ന ഉപാസനയെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അതിന്റെ ആവശ്യം വല്ലതുണ്ടോ? അപ്പോൾ അത് ആവശ്യമില്ലാത്തതാണ്. മറ്റവിടെ അങ്ങനെയല്ല. ഋത്തിക്കുകളും യജമാനും കൂടിയിരുന്ന് കർമ്മം ചെയ്യുന്നു. ഋത്തിക്കുകൾ യജമാനു വേണ്ടി കർമ്മം ചെയ്യുന്നു. യജമാനൻ പണം മുടക്കുന്നതാണ്. അയാൾക്ക് സ്വർഗം വേണം. അപ്പോൾ അത് മരിച്ചതിന് ശേഷമേ കിട്ടത്തുള്ളൂ. ഇവിടെ തന്നെ പലതും വേണം. ഇവിടെ സമ്പത്ത്, ഭൂസമ്പത്ത്, അതാണ് അന്നത്തെ വലിയ സമ്പത്ത്. പുത്രന് ഇതെല്ലാം വേണം. കുറച്ച് ഫലങ്ങൾ അത് കൂടാതെ അശ്വമേധത്തിന്റെ ഫലം സ്വർഗം തന്നെ, ഇന്ദ്രപദവി വരെ എത്താം. പക്ഷെ ഇവിടെ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു. യശസ്സിനും ആരോഗ്യത്തിനും പുത്രനും സമ്പത്തിനും എല്ലാം എന്താണ് ആ കർമ്മത്തോടു കൂടി ചേർന്ന് ചില ഭാവനകളൂടെ ചെയ്യും. മറ്റവിടെ കർമ്മം തീർന്നു കഴിഞ്ഞു. അശ്വത്തിനെ കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്തു. അതോടൊപ്പം യജമാൻ ചില ഭാവന ചെയ്യുന്നു. കർമ്മം ചെയ്താൽ അതിന്ന് ഫലം കിട്ടും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയും. അത് കേവലം വേദത്തിലുള്ള ശ്രദ്ധ. അതുകൊണ്ട് വൈദികന്മാരത് ചെയ്യുന്നു. അതുപോലെ തന്നെ ഉപാസനയാണ്. ഈ ഭാവന ചെയ്തു കഴിഞ്ഞാൽ പുത്രനുണ്ടാകുന്നെന്താ ഉറപ്പ്? ഒരു വിശ്വാസം, ശ്രദ്ധ. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. അത് ശരിയോ തെറ്റോ എന്നുള്ള അവരവർക്ക് തീരുമാനിക്കും. അതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യും. ആ വിശ്വാസം, ആ ശ്രദ്ധ കൊണ്ട് അവൻ ആ ഉപാസന ചെയ്യുന്നു. ആ ഫലത്തെ കൂടെ പ്രതീക്ഷിച്ചു. ഫലം ഉണ്ടായാൽ പറയും അത് ഉപാസനയുടെ ഫലമാണ്. ഇനി ഉപാസന ചെയ്ത് ഫലം ഉണ്ടായില്ലെങ്കിലോ പറയും ആ ഉപാസനയിൽ എന്തോ ന്യൂനത വന്നു, ഫലം ഉണ്ടായില്ല. എന്തായാലും ഉപാസനയ്ക്ക് ഫലമെന്ന് പറയുന്നവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അതിൽ തന്നെ ഉണ്ട്. അവർ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉപാസന ശരിയായില്ല, ഫലം കിട്ടിയില്ല. എവിടെയാ ശരിയാകാത്തത്? ഇവിടെയോ ശരിയായില്ല. കാരണം ഇങ്ങനെയാണ് ഉഷാവ അശ്വസ്യമേധ്യസ്യ. അങ്ങനെ ഭാവന ചെയ്യേണ്ടായിരുന്നു. എവിടെ തകരാറ് വെച്ചു, ഇവിടെ ഫലം ഉണ്ടായില്ല. ഇതാണ് ഉപാസനയും കർമ്മത്തെയും സംബന്ധിച്ച വൈദികന്മാരുടെ നിലപാട്. അപ്പോൾ അങ്ങനെ ഋത്തിക്കുകൾ കർമ്മം ചെയ്യുന്നു. യജമാനൻ ആ ഫലത്തെ ഉദ്ദേശിച്ച് ചിലടത്ത് ഋത്തിക്കുകൾ തന്നെ എങ്ങനെയാണോ യജമാനു വേണ്ടി ഋത്തിക്കുകൾ കർമ്മം ചെയ്യുന്നു, അതുപോലെ ചിലടത്ത് യജമാനു വേണ്ടി ഋത്തിക്കുകൾ ഉപാസന ചെയ്യും. അതെല്ലാം ചിലടത്ത് യജമാനൻ തന്നെ ചെയ്യും. ചിലടത്ത് ആ കർമ്മം നിർത്തി കർമ്മത്തിൽ നിന്ന് സ്വതന്ത്ര ഉപാസനകളുണ്ട്. കർമ്മവുമായിട്ട് ബന്ധമില്ല, പ്രത്യേക ഫലത്തിന് വേണ്ടി. ഇതൊക്കെ ഒരു കാലത്ത് മനുഷ്യന്റെ ജീവിതമായിരുന്നു, വെറും കഥകളല്ല, പുരാണങ്ങളെ പോലെയുള്ള കഥകളല്ല. മനുഷ്യൻ ഒരു കാലത്ത് ഇങ്ങനെ ജീവിച്ചിരുന്നു. നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ഇത്തരം കർമ്മങ്ങൾ ചെയ്തു, ഇത്തരം ഉപാസനകൾ അനുഷ്ഠിച്ചു, പിന്നെ അതിനപ്പുറമുള്ള തത്വചിന്ത ചെയ്തുമൊക്കെ ജീവിച്ചിരുന്നു.
ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതിനെ ഓരോന്നും വേറിട്ട് വേറിട്ട് തന്നെ നമ്മൾ കാണും. അല്ല, അന്ന് മനുഷ്യരെല്ലാം തത്വചിന്തയിലല്ല ജീവിച്ചിരുന്നു. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അവിദ്യാവിഷയം എന്താണെന്ന് ഞാനിവിടെ വേർതിരിച്ച് കാണിക്കുകയാണ്. ഭാഷ്യകാരൻ പറയുന്നു, തത്ര അവിദ്യാവിഷയിച്ച ഉപാസനയെക്കുറിച്ച് പറയുന്നത് പങ്ക്തം കർമ്മ തദ്ഫലം ച അന്നത്രയും നാമരൂപ കർമാത്മകമേ ദി തത്ര അവിദ്യാവിഷയെ വക്തവ്യം സർവമുക്തം. അതാണ് ഇവിടെ പറഞ്ഞത്. അവിദ്യ പ്രതിപക്ഷായ വിദ്യായ വിഷയോധനം. അവിദ്യക്ക് നേരെ വിരുദ്ധമാണ് വിദ്യായ വിഷയോ. അതിനതിപ്പോ പറയുന്നു പ്രവക്തവ്യോ. എന്താ ഈ വിദ്യയും എന്നുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ അവിദ്യയും ഒന്നായിട്ടങ്ങ് സ്വീകരിച്ചാൽ പോലെ ഉപാസനകളെയും തത്വപരമായി വ്യാഖ്യാനിക്കുക. അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? ഹേതു സ്വരൂപ കാര്യാണി വിരോധീനി പരസ്പരം. ഇതിന്റെ ഹേതു സ്വരൂപം കാര്യം ഇത് മൂന്നും വിദ്യയെ സംബന്ധിച്ചും അവിദ്യയെ സംബന്ധിച്ചും പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ഒരാളുടെ ഈ രണ്ടിനെയും കുറിച്ചുള്ള ആ വേർതിരിവ്, അതിന്റെ കൃത്യതയ്ക്ക് എന്താ കാരണം? ആചാര്യസ്വാമി ഇങ്ങനെ പറയും, ഇത് ഉപാസനയാണ്, ഇതിനെ നിങ്ങൾ തത്വമാക്കരുത്, ഇത് തത്വമാണ്, ഇത് ഉപാസന അല്ല. അവിദ്യാവിദ്യയോരസ്മാ തത് യോഗ്യ പ്രശ്നഗീതത. അതുകൊണ്ടാണ് ഇവിടെ അതിനെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് അവിദ്യായ ജ്ഞാപകോ അവിവേക രാഗാദി. അവിദ്യ ഇവിടെ ഉപാസന, അതിന്റെ ജ്ഞാപകമായിരിക്കുന്ന എന്താണ്? അവിവേകം, രാഗം തുടങ്ങിയവയാണ്. അവിവേകവും രാഗവും മറ്റുമാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. കാരണം അവിടെ അവന് ആത്മബോധമില്ല. തത്വജ്ഞാനം, സ്വസ്വരൂപജ്ഞാനം, തന്നിലുള്ള താൻ ചെയ്യുന്നവനാണ്, താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവനാണ്. ഇത്തരം മിഥ്യാധാരണകളെല്ലാം മാറ്റിക്കളയും. ഉപാസന അങ്ങനെയല്ല. ഞാൻ ഈ ഉപാസന അനുഷ്ഠിക്കേണ്ടവനാണ്, എനിക്കിതിന്റെ ഫലം കിട്ടണം, ഇതാണ് അതിനുള്ള ആഗ്രഹം. അവിവേകരാഗാദി. അതാണ് അവിദ്യായ ജ്ഞാപകോ അവിവേകരാഗാദി. വിദ്യായാസ്തു ഉത്പാദകോ ജ്ഞാപകശ്ച വിവേകവൈരാഗ്യ. മറിച്ച് വിദ്യ എന്താണ് ഉണ്ടാക്കുന്നത്? വിവേക വൈരാഗ്യങ്ങൾ, ആത്മാനാത്മവിവേകം. ഈ കാമ്യകർമ്മങ്ങളോടുള്ള വൈരാഗ്യം, അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. കാമ്യകർമ്മങ്ങളോടുള്ള താല്പര്യമില്ലായ്മ, വിരക്തി എന്ന് പറഞ്ഞാൽ മാനസികമായ ഉദാസീനത, വിദ്വേഷമാണ്. ഇതാണ് വിദ്യയുടെ സ്വരൂപം. അപ്പോൾ ഇതിനെ രണ്ടിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും? കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല. തയോഹോ സ്വരൂപം പ്രകാശം അപ്രകാശിച്ച. ഒന്ന് പ്രകാശമാണ്, അല്ലേ? വിദ്യ പ്രകാശമാണ്, തത്വബോധമാണ്. മറ്റിടത്താണെങ്കിലോ അജ്ഞാനമാണ്, അവിവേകമാണ്, അപ്രകാശമാണ് ഉപാസനയിൽ. അവിടെ അന്ധനായി താനിത് ചെയ്യേണ്ടവനാണ്, താനിതിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടവനാണ് എന്നുള്ള നിശ്ചയത്തോടുകൂടി, ആ രാഗത്തോടുകൂടി അവൻ ഉപാസനയിൽ ഏർപ്പെടുന്നു, ഫലത്തെ ആർജിക്കുന്നു. അതാണ് അപ്രകാശം, ഇരുള്. സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ല. സ്വസ്വരൂപത്തെക്കുറിച്ച് അറിയാതിരിക്കുക. വിദ്യയാണെങ്കിലോ കാര്യം ബന്ധം നിവൃത്തി.
അവൻ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഉപാസനാ ബന്ധനങ്ങളിൽ നിന്ന് അവൻ മുക്തനാകുന്നു. ചേതാനും വിധോ വിദധാനി. അതുകൊണ്ട് തസ്മാ അവിദ്യ പ്രതികൂല വിദ്യ. അതുകൊണ്ട് അവിദ്യക്ക് പ്രതികൂലമാണ് വിദ്യ. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ജ്ഞാനത്തിന് പ്രതികൂലമായിരിക്കുന്നതാണ് ഉപാസന, ഉപാസനയ്ക്ക് പ്രതികൂലമായിരിക്കുന്നതാണ് ജ്ഞാനം. ഇതിനെ തെറ്റിദ്ധരിക്കരുത്. ഉപാസനയ്ക്ക് അതിന്റെ സ്ഥാനമുണ്ട്, അതിന് അധികാരമുണ്ട്, അവരത് ചെയ്യും. വിവേക വൈരാഗ്യാദികളൊന്നും ഇല്ലാത്തവർ അവരത് ചെയ്തോട്ടെ, അവർക്ക് വേണ്ട എന്തെങ്കിലും. ജ്ഞാനമെന്ന് പറയുന്ന ആരുടെയും സ്വാർത്ഥതയല്ല. ഈ ലോകത്ത് അജ്ഞനും ജീവിക്കണം. അജ്ഞനും ഒരു ജീവനാണ്. അവനവന്റേതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അവനവന്റേതായ ഉപാസനകൾ അനുഷ്ഠിക്കണം. അവനതിന് അധികാരമുള്ളതുകൊണ്ട് അത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജ്ഞാനി അങ്ങനെ സ്വാർത്ഥം വിചാരിക്കാൻ പാടില്ല. എല്ലാവരും ജ്ഞാനികളാണ്. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം. അതില്ല. അതുകൊണ്ട് ഇത് രണ്ടാണ്. അതാണിവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ഇതിനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. വിദ്യാവിഷയസ്തു ആത്മാ കേവല ഉപന്യസ്തു നിർണീത. അതിന് വിദ്യയിൽ ചർച്ച ചെയ്യുന്ന ആത്മാവിനെ കുറിച്ചും കൂടെ പരാമർശങ്ങളുണ്ടായി, ചർച്ച ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു നിർണയം ഇനിയും ചില വിഷയങ്ങളുണ്ട്. നിർണയിക്കണം. തന്നിർണയായ ച ബ്രഹ്മത്തെ ബ്രവാണി ഇതി പ്രക്രാന്തം ജപയിഷ്യാമി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അജാതശത്രു ആരംഭിച്ചത് ഗാർഗ്യനോട്. ആദ്യം ഗാർഗ്യനും പറഞ്ഞത് എന്താണ്? ബ്രഹ്മത്തെക്കുറിച്ച് ഞാൻ പറയാം. അതൊരു തുടക്കം. ഉപാസനയെല്ലാം വിട്, തത്വം എന്താണെന്ന് ഞാൻ പറയാം. അധ തദ് ബ്രഹ്മവിദ്യാവിഷയഭൂതം ജ്ഞാപിതവ്യം യാഥാത്മ്യത. അതുകൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ ഉപാസനയെല്ലാം വിട്ടിട്ട് ബ്രഹ്മവിദ്യ വിഷയമായിരിക്കുന്ന സ്വസ്വരൂപത്തെ വ്യക്തമാക്കണം. ഇപ്പോഴും പറയും യാഥാത്മ്യത, പരമാർത്ഥമായി. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുകയല്ല. അങ്ങനെ ഒരു പഠനം ഇവിടെ ഇല്ല. തന്റെ സ്വരൂപം എന്താണെന്ന് ഗ്രഹിപ്പിക്കുകയാണ്. ആര്? ശ്രുതി നേരിട്ട് ആ ശ്രോതാവിനെ ഗ്രഹിപ്പിക്കുകയാണ്. നിന്റെ സ്വരൂപം ഇന്നതാണ്. ഇവിടെ പഠിക്കാൻ എന്താ വിഷയമുണ്ട്? ഇത്രയും കാലം പഠിച്ചല്ലേ, എന്നിട്ടെന്ത് നേടി? പഠനം കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൃതകൃത്യത അനുഭവപ്പെടുന്നുണ്ടോ? സംശയാദികൾ മാറുന്നുണ്ടോ? പിന്നെ വർദ്ധിക്കുന്നതുകൊണ്ട് പഠിക്കുന്നവരും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കുമ്പോൾ വിഷയമാകുമ്പോൾ സംശയത്തെ ഉണ്ടാകും. വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്ക്, സംശയത്തിൽ നിന്ന് സംശയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പഠനം ഒരിക്കലും സംശയത്തിന് അറുതി വരത്തില്ല. അത് പുതിയ സംശയങ്ങളുടെ നിദാനമാണ്. അതുകൊണ്ടെന്താണോ തത്വത്തെ ഇവിടെ പ്രകാശിപ്പിക്കുന്നു. അതിന് ഉപനിഷത്തിന് അതിനുള്ള ശക്തിയുണ്ട്. അതിന് ചെവി കൊടുത്താൽ മതി. അതിന്റെ രീതി ഒന്ന് വേറെയാണ്. അതാണ് ഇവിടെ പറയുന്നു യാഥാത്മ്യത തസ്യയാഥാത്മ്യം ക്രിയാകാരക ഫലഭേദശൂന്യം. കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണത്. അതാണ് പരമാർത്ഥം. അത്യന്ത വിശുദ്ധം. അദ്വൈതം. അത്യന്ത വിശുദ്ധമായ അദ്വൈതം എന്ന് പറയുമ്പോൾ അതിന് ഈ കർമ്മവുമായിട്ടോ ഉപാസനയുമായിട്ടോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനല്ല അതാതിന്റെ നില. ഇത്യേതദ് വിവക്ഷിതം. അതാണ് ഇവിടെ ഈ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നിടത്ത് വിവക്ഷിതമായിരിക്കുന്നത്. എന്താ വിവക്ഷിതം എന്ന് പറഞ്ഞാൽ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം
വിളിച്ചു പറഞ്ഞാൽ അത് ആ വരികളിലൂടെ എന്താണോ ആ ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചത് അതായിരിക്കത്തില്ല. വിവക്ഷ എന്ന് പറയുമ്പോൾ അയാളുടെ താല്പര്യമാണ്, പറഞ്ഞയാളുടെ താല്പര്യം, ഈ പറയുന്നവന്റെ താല്പര്യമല്ല, വ്യാഖ്യാനിക്കുന്നവന്റെ താല്പര്യമല്ല, എന്റെ താല്പര്യമല്ല. ഉപനിഷത്തിന്റെ താല്പര്യം അത് കണ്ടെത്തണം. അതാണ് ഇവിടെ പറയുന്നത്. വിവക്ഷിതം അതാണ്, അദ്വൈതമാണ്. ശരി, അങ്ങനെ ഉപനിഷത്തിന്റെ താല്പര്യം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? അവിടെ യാതൊരു തരത്തിലുള്ള മുൻവിധികളും പാടില്ല. അതിന്നതായിരിക്കണം. ഞാൻ അറിഞ്ഞിരിക്കുന്ന എന്തോ അതായിരിക്കണം എന്ന് പാടില്ല. ആ മുൻവിധിയില്ലാതെ അതിനെ സമീപിക്കും. ഇതാണ് വിചാരത്തിന്റെ രീതി. അവിടെ ഇന്നതാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പാടില്ല. തത്വത്തെ സംബന്ധിച്ച് അത് പറഞ്ഞാളിനൊരു താല്പര്യമുണ്ട്, ഇന്നതാണ്. ആ താല്പര്യത്തിലേക്ക് ഉയർന്നു ചെന്ന് അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കണം. തന്റെ നിലയിലേക്ക്, തന്റെ അല്പജ്ഞതയിലേക്ക്, തന്റെ വിവരക്കേടിലേക്ക് അതിനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അത് ഉപദേശിച്ചാണ്ട് താല്പര്യമാകത്തില്ല. അതുകൊണ്ട് ആ വിശുദ്ധമായ അദ്വൈത തത്വത്തെയാണ് ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്തത്. അതിന് ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് അല്പം ഒന്ന് ഉയരേണ്ടി വരും അത് ഗ്രഹിക്കാൻ. അത് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് ഗ്രഹിച്ചില്ലെങ്കിൽ ദോഷമൊന്നുമില്ല. പക്ഷെ തന്റെ നിലയിലേക്ക് അതിനെ വലിച്ചു താഴ്ത്തി അത് ദോഷമാണ്. എന്തുണ്ടാവും അവിടെ? എന്ന് പറഞ്ഞ ഭ്രാന്തി, വിപരീത ബുദ്ധി ഉണ്ടാകും. അതഃ തദനുരൂപോ പ്രശ്നോ ഉത്ഥാപ്യേതേ ശ്രുത്യ കോ ഏഷ തഥാ ഭൂത്കുത ഏത ആഗാതിരി. അതുകൊണ്ട് ഇവിടെ ഈ രണ്ട് ചോദ്യങ്ങൾ. അവനെവിടെയായിരുന്നു ആ ഗാഠനിദ്രയിൽ? ഇപ്പോ അവൻ എവിടെ നിന്നാണ് വന്നത് ഈ ജാഗ്രതത്തിലേക്ക്? ഇതെല്ലാം എന്താണ്? ആ അത്യന്ത വിശുദ്ധമായിരിക്കുന്ന സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശ്രുതിയുടെ താല്പര്യം കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. രണ്ട് ചോദ്യങ്ങൾ എന്നാണ്. തത്ര എത്ര ഭവതി തദധികരണം യത് ഭവതി തദധികർത്തവ്യം തയോശ്ച അധികരണ അധികർത്തവ്യതയോഹോ ഭേദോ ദൃഷ്ടോ ലോകേ. കാരണം ഇവിടെ ശ്രുതി പറയുന്നത് ഒരു പരമാർത്ഥമായ തത്വത്തെക്കുറിച്ച്. ആ തത്വം പറയുന്നു കേൾക്കുന്ന നിന്റെ സ്വരൂപമാണ്. ശ്രുതി പറയുന്നു ആ തത്വമാണ് എല്ലാമായിരിക്കുന്നത്, അത് അദ്വയമാണ്. ശ്രുതി ഇത് പറയുന്നു. പക്ഷെ ഇത് ഗ്രഹിക്കേണ്ട എന്തുകൊണ്ടാണ്? ഈ ശ്രോതാവിന്റെ കയ്യിലിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് ആഗ്രഹിക്കേണ്ടത്, അവന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്. അത് സാധാരണ ബുദ്ധിയല്ല, ഒരു വിശിഷ്ടമായ ബുദ്ധിയാണെന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ആ ബുദ്ധിയുടെ സംസ്കാരം ഈ ഭേദത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ്. എങ്ങനെ ഭേദം വരുന്നത്? എത്ര ഭവതി തദധികരണം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എന്റെ അധികരണം, കസേര. യത് ഭവതി തദധികർത്തവ്യം. ഇരിക്കുന്ന ഞാൻ അധികർത്തവ്യമായിരിക്കുന്നു. അപ്പം ഞാനിവിടെയെങ്കിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധികരണം വരും. ഇരിക്കുന്ന ഞാൻ അതിൽ ആധേയവുമാകും. തയോശ്ച അധികരണ അധികർത്തവ്യതയോഹോ ഭേദോ. ഈ ഭേദം എനിക്ക് സ്പഷ്ടമാണ്. ലോകേ ദൃഷ്ട, എല്ലാവരും അത് കാണുന്നു. ഈ ബുദ്ധിയിൽ ഇതാ കാണുന്നു. നിങ്ങൾ പറയുന്ന ഒരു വലിയ തത്വമാണ് അഭേദം, അദ്വയം, ഐക്യം. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നതെല്ലാം ഭേദമാണ്, ദ്വൈതമാണ്, ഭിന്നതയാണ്. അപ്പോൾ ഈ ഭേദത്തിൽ നിന്നുകൊണ്ട്
ആദ്യം ഈ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട്, ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ആ ഭേദത്തിലേക്ക് എത്തണം. ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് അഭേദത്തിലേക്ക് എങ്ങനെ പോകും? ഭേദത്തെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് അനുഭവമാണ്. ഞാൻ, നീ എന്നുള്ള ഈ ഭേദം അനുഭവസിദ്ധമാണ്. അവിടെയാണ് ശ്രുതി പറയുന്നത് ഇതെല്ലാം ഒരേ ഒരു സത്താണ്. ഈ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. ആദ്യം ഭേദത്തെ അംഗീകരിക്കുന്നു, പിന്നെ ചിന്തിക്കുന്നു. ഈ ഭേദം നിന്റെ ബുദ്ധിക്ക് വിഷയമായതാണ്. ഏതൊരു ബുദ്ധിക്കാണോ ഈ ഭേദം വിഷയമായിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് തന്നെ അതിനെ നിരാകരിക്കും. അതെങ്ങനെ? അതിനടുത്ത് പറയുന്നു തഥാ യഥാ ആഗച്ഛതി തഥാ പാദാനം യ ആഗച്ഛതി സകർത്ത തസ്മാദന്യോ ദഷ്ടഃ. അതാണ് ഒരാൾ വരുന്നു, എവിടെ നിന്നാണോ വരുന്നതിന് അപാദാനം എന്ന് പറയുന്നു. പഞ്ചമിയുടെ അർത്ഥം, പഞ്ചമി വിഭക്തിയുടെ അർത്ഥം അപാദാനം. ഗ്രാമത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഗ്രാമം അപാദാനമായി. ഈ അഗച്ഛതി വരുന്നു, അവിടെ നിന്ന് വരുന്ന ആരാണ്? രാമൻ. സ കർത്താവ്, വരുന്നവൻ, അവൻ കർത്താവാണ്. അതെന്താണ്? ആ അപാദാനത്തിൽ നിന്ന് തന്നെയാണ്. തസ്മാദന്യോ ദഷ്ടഃ. രാമനല്ല ഗ്രാമം. ഭാഷയ്ക്കനുസരിച്ചൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഭാഷയിൽ സാധാരണ പ്രയോഗിക്കുന്നതാണ്. ഗ്രാമ ആഗച്ഛതി സ രാമ. ആ രാമൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നു. അവിടെ ഗ്രാമം വേറെ, രാമൻ വേറെ. ഇവിടെ അപാദാനം എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒന്നാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വാസ്തവത്തിൽ ഈ ഭേദബുദ്ധി കാട്ടിത്തരുന്ന എന്താണ്? അപാദാനം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഭേദം സിദ്ധമാകും. ഗ്രാമത്തിൽ നിന്ന് വരുന്നു, ഗ്രാമം വേറെ, വരുന്നവൻ വേറെ. ഈ ബുദ്ധി ബോധ്യപ്പെടുത്തി തരുന്ന ഈ ഭേദമല്ലേ പരമാർത്ഥം. അത് നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. തഥാ ആത്മാ ക്വപ്യഭൂത് അന്യസ്മിൻ അന്യഃ കുതശ്ചിത് അഗാ അന്യസ്മാ. അതുകൊണ്ട് ഈ വാക്കുകൾ ഉപയോഗിച്ച് പറയും. ആ വാക്കുകളുടെ പരിമിതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. വാക്കുകൾക്ക് പരിമിതിയുണ്ടെന്ന് വിചാരിച്ച് തത്വത്തിൽ പരിമിതി വേണമെന്നില്ല. ആശയം വിനിമയം ചെയ്യുന്നതിന് വാക്കുകൾ ഉപയോഗിച്ചേ പറ്റൂ. എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മാത്രമല്ല കൊണ്ടുവരുന്നത്, ഗ്ലാസ് കൂടെ കൊണ്ടുവരും. എന്താ അത് കുടിക്കാൻ പറ്റൂല്ല? പിന്നെ എന്തിനാ അത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതില്ലാതെ വെള്ളം എൻ്റെ അടുത്ത് എത്തത്തില്ല. അത് ഉപാധികളുടെ പരിമിതിയാണ്. ലോകവ്യവഹാരത്തിലും അങ്ങനെയാണ്. അതുപോലെ ശബ്ദത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് പറയുന്നു അവിടെ ആ ഗാഠനിദ്രയിൽ എവിടെയോ ആയിരുന്നു. ക്വാപ്യഭൂത് അന്യസ്മിൻ അന്യഃ കുതശ്ചിത് അഗാത്. അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നു. ഗ്രാമത്തിൽ നിന്ന് രാമൻ വന്നെന്ന് പറഞ്ഞതുപോലെ അന്യസ്മാത് അന്യ കേനജിത് ഭിന്നേന സാധനാന്തരം. അത് അയാൾ എങ്ങനെ വന്നു? കാറിൽ വന്നു, ഗ്രാമത്തിൽ നിന്ന് കുതിരപ്പുറത്ത് വന്നു, നടന്നു വന്നു, മറ്റെന്തെങ്കിലും ഉപയോഗിച്ചു. അതുപോലെ അവിടെ ആ ഗാഠനിദ്രയിൽ എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് അവൻ ഈ ജാഗ്രതയിലേക്ക് വന്നു എന്നെല്ലാം പറയുമ്പോൾ വരുന്നതിനവൻ എന്തിനേക്ക് ഉപയോഗിച്ചു? പ്രാണനെ ഉപയോഗിച്ചു. വന്നത് വേറൊരുവനാണ്, അവിടെ ഇരുന്നത് വേറൊരാൾ, വേറെ ഒരിടത്താണ് അവൻ ഇരുന്നത്. ഇങ്ങനെയുള്ള ഭേദബുദ്ധികളുണ്ടാവും. അങ്ങനെ പറയും ആൾക്കാർ. എന്താണ്? ആ സുഷുപ്തിയിൽ ഈ ജീവൻ ആ പരമാത്മാവിൽ പോയിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ജാഗ്രതയിൽ പതുക്കെ എണീറ്റു ആ ജീവൻ. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വരണം ഈ ജാഗ്രതത്തിലേക്ക്. അതുകൊണ്ട് അവൻ പ്രാണന്റെയും അവന്റെ ബുദ്ധിയുടെയും ഒക്കെ സഹായം തേടി. ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇത്യവും ലോകവത് പ്രാപ്ത ബുദ്ധി, ഇതിനെ പറയുന്നത് ലൗകിക ബുദ്ധിയിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും. ലോകബുദ്ധി എന്ന് വെച്ചാൽ ശാസ്ത്രബുദ്ധിയിലല്ല,
പാരമാർത്ഥിക ബുദ്ധിയിലല്ല. ഇത് രണ്ടും രണ്ടാണ്. ലോകബുദ്ധി വേറെ, ശാസ്ത്രബുദ്ധി വേറെ. ലോകബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നു, ഇന്ദ്രിയങ്ങളോട് കൂടിച്ചേർന്നിരിക്കുന്ന മനസ്സിന്റെ സാധാരണ യുക്തികൾ അതിൽ പ്രയോഗിക്കുന്നു. ആണ് ലോകബുദ്ധി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യൻ കറങ്ങുന്നു, ലോകബുദ്ധിയിലെ അനുഭവം. ഇന്ദ്രിയം, ചക്ഷുരിന്ദ്രിയം ഗ്രഹിച്ച സൂര്യനെ രാവിലെ കിഴക്ക്, വൈകുന്നേരം പടിഞ്ഞാറ്. അവിടെ യുക്തിയുണ്ട്. രാവിലെ കിഴക്ക് നിന്നൊരു സാധനം അത് പടിഞ്ഞാറ് വരണമെന്നുണ്ടെങ്കിൽ അത് ആകാശത്തിലൂടെ സഞ്ചരിച്ചേ മതിയാവും. ഇതെന്താ അസംബന്ധമാണ്? അല്ലെങ്കിൽ എങ്ങനെ കിഴക്ക് നിന്നാണ് പടിഞ്ഞാറ് വരുന്നു? ഇതാണ് ലോകബുദ്ധി. ശാസ്ത്രബുദ്ധി അതല്ല. ശാസ്ത്രബുദ്ധി പറയുന്നു അല്ല, ഇതൊരു ഭ്രാന്തിയാണ്, അത് നിശ്ചലമാണ്. അതെന്റെ അനുഭവമാണല്ലോ, ആയിക്കോട്ടെ. പക്ഷെ നിന്റെ അനുഭവമാണെങ്കിലും അത് രാവിലെ അവിടെ നിന്ന് യാത്ര ചെയ്ത് വൈകുന്നേരം പടിഞ്ഞാറ്റ് എത്തി എന്നുള്ളത് നിന്റെ ഒരു ഭ്രാന്തിയാണ്. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്റെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്. പക്ഷെ നീ അവിടെ ശാസ്ത്രത്തെ സ്വീകരിക്കണം, സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ ലോകബുദ്ധിയിൽ നിന്നും വിശിഷ്ടമാണോ ശാസ്ത്രബുദ്ധി? അതെ. അപ്പോൾ എന്താണ് ആ ശാസ്ത്രബുദ്ധി? അതെങ്ങനെ മനസ്സിലാക്കണം? സൗരയൂഥം എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ, സൂര്യൻ എവിടെ നിൽക്കുന്നു, ഗോളങ്ങൾ എന്ത് ചെയ്യുന്നു, ഭൂമി എവിടെ നിൽക്കുന്നു, ആ ശാസ്ത്രബുദ്ധിയിലൂടെ തന്റെ ഒരിക്കലും ബാധ സംഭവിക്കാത്ത അനുഭവം പോലും, എന്താണ്, സൂര്യനൊരിക്കലും പടിഞ്ഞാറ് ഉദിച്ച് കണ്ടിട്ടില്ല. ഈ അനുഭവത്തിന് ഒരിക്കലും ബാധ ഉണ്ടായിട്ടില്ല. ഒരിക്കലും സൂര്യൻ കിഴക്കുദിച്ചിട്ട് അവിടെ നിന്നിട്ടില്ല. അത് എന്നും ഇത് തന്നെ അനുഭവം. അപ്പോൾ ഒരിക്കലും ബാധ സംഭവിക്കാത്ത ഈ അനുഭവം പോലും ഇതൊരു ഭ്രാന്തിയാണെന്ന് മനസ്സിലാക്കി. ഇതാണ് ഭ്രാന്തി. അതാണ് ശാസ്ത്രബുദ്ധി. അപ്പോൾ ലോകബുദ്ധിയിൽ ഇതിങ്ങനെയൊക്കെ ഗ്രഹിക്കുന്നു. എങ്ങനെ? ഉറക്കത്തിൽ ഈ ജീവൻ എന്ന് ഭൗതിക ബുദ്ധി പറയുന്നത് അതെവിടെ വിലയിച്ചിരുന്നു. അവിടെ നിന്ന് അത് ഈ പ്രാണനെല്ലാം സ്വീകരിച്ചുകൊണ്ട് ജാഗ്രതത്തിലേക്ക് മടങ്ങി വന്നു. ഒരു പോക്ക് വരെ, ഒരു യാത്ര. സാ പ്രതിവചനേന നിവർത്തിതവ്യം. ശരിയായ സമാധാനത്തിലൂടെ ആ ബുദ്ധിയെ നിവർത്തിപ്പിക്കണം. അതിൽ അവന് അത്യന്തമായ ദൃഢതയുണ്ട്. പക്ഷെ അത് നിവർത്തിച്ചേ മതിയാവും. അതിനുവേണ്ടിയാണ് ഈ ചർച്ച. നായം ആത്മാ അന്യോ അന്യത്രഭൂത് അന്യോ അന്യസ്മാത് ആഗതഃ സാധനാന്തരം ആത്മന്യസ്തി. ഇവിടെ പറയുന്ന ഇതാണ്. ഈ സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നോദേതി അസ്തമേത്യേഷ സംവിദേശ സ്വയം പ്രഭ. ഈ സ്വയം പ്രകാശിക്കുന്ന ഈ സംവിത്, അത് തന്നെയാണ് ജാഗ്രത, അത് തന്നെയാണ് സുഷുപ്തി, അത് തന്നെയാണ് സ്വപ്നം. ഒരേ ഒരു സംവിത്ത് തന്നെ. അത് പ്രകാശിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത് പ്രകാശിക്കുമ്പോൾ പലതരത്തിൽ. രാവിലെ സൂര്യൻ പ്രകാശിക്കുന്ന ഒരു തരത്തിൽ അങ്ങോട്ട് നോക്കാം. ഉച്ചയായി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ വയ്യ. വൈകുന്നേരമായി കഴിഞ്ഞാൽ അത് വളരെ വർണ്ണാഭമായി പ്രകാശിക്കുന്നു. ഇതുപോലെ ഈ സംവിത്ത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഈ സ്വസ്വരൂപം ഒരേ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പോക്ക് വരവൊന്നുമില്ല. അത് സുഷുപ്തിയിലേക്ക് പോയി എവിടെ ഇരുന്നു, അവിടെ നിന്ന് പിന്നെ തിരിച്ചു വന്നു. ഈ വരവ് പോക്കുകളൊന്നും ഇല്ല.
നായം ആത്മാ അന്യോ അന്യത്രാഭൂ, ഒരാൾ വേറെടുത്തിരുന്നു, അങ്ങനെയില്ല. അന്യോ അന്യസ്മാദാഗത, ഇവൻ വേറെടുത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. സാധനാന്തരം ആത്മന്യസ്തി, അങ്ങനെ വരുന്നതിന് ചില ഉപായങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇതിനെയൊക്കെ ആശ്രയിച്ചു. ഇതൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. സാധാരണ ചർച്ചയിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരമാർത്ഥത്തിൽ എന്താണ്? സംവിദേശ, ഈ സ്വയം പ്രഭ, സ്വയം പ്രകാശിക്കുന്ന സംവിത്തായിരിക്കുന്നു ആര്? ഓരോ ശ്രോതാവും. അല്ല ഇവിടെ പോക്കുവരവ് അങ്ങനെയൊന്നുമില്ല. കിം തർഹി, പിന്നെ അവിടെ എവിടെയായിരുന്നു? ഇതെല്ലാം പറയുന്നു. ഞാൻ കുറേ സമയം ഒന്നും അറിയാതിരുന്നല്ലോ. എനിക്ക് ഉണർന്നിട്ട് പറയേണ്ടി വരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. താൻ സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണെങ്കിൽ പറയേണ്ടതല്ലേ, ഞാൻ എല്ലാം അറിഞ്ഞവനായി എവിടെ ഇരുന്നു. അത് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെയായിരുന്നു? സ്വപ്നന്യവ അഭൂത്, അവൻ സ്വരൂപസ്ഥിതനായിരുന്നു. അവിടെ വാക്കും മനസ്സും അറിയുന്നവൻ അല്ലെങ്കിൽ പ്രമാതാവും ഒന്നും പ്രവർത്തിച്ചിട്ട് ആ പ്രകാശം മാത്രം. അതാണ് ഇവിടെ ഈ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണാൻ ഒരുവനുമില്ല, ഒരു ജീവന്മാരുമില്ല. ആര് പറയും വിളക്ക് പ്രകാശിക്കുന്നു? അത് ആരുടെ അറിവിന് വിഷയമാവണമെങ്കിൽ അത് കണ്ടു പറയാൻ ഒരുവും വേണം, ചിന്തിക്കാൻ ഒരുവും വേണം. ഈ പ്രകാശത്തെ അവിടെ ആ ഗാഠനിദ്രയിൽ കാണാനും പറയാനും ചിന്തിക്കാനും ആരുമില്ല. എന്നുവെച്ചാൽ അനുഭവിക്കാൻ ആരുമില്ല. മറിച്ച് അത് സ്വയം തന്നെ അനുഭവസ്വരൂപമായിരിക്കുന്നു, സ്വസ്വരൂപമായിരിക്കുന്നു. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. ആ സ്വരൂപമാണ് ഇവിടെ ഇപ്പോൾ വാസ്തവമായിരിക്കുന്നത്. സ്വാത്മന്യവഭൂത് സ്വം ആത്മാനം അപീതോ ഭൂതി, അവന്റെ സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇതൊക്കെ ഉറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി, അവിടെ സേതകേതുവിനോട് പറയുകയാണ്, അല്ലയോ സൗമ്യ, പ്രിയപ്പെട്ടവനെ, സത, ആ സത്തിനോട്, തത്സൃഷ്ട തദ്ദേവ അനുപ്രാവശ്യത്, ഏതൊരു തത്വമാണോ ഈ ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശം ചെയ്തത്, അവൻ തഥാ സമ്പന്നോ ഭവതി, അവനവിടെ അവനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തത്, ആ സത്ത്, തമസി, നീയാണ്. നമ്മൾ വളരെ വിശദീകരിച്ചാണ്. പ്രാജ്ഞനാത്മന സംപരിക്ഷുപ്ത, ആ പ്രജ്ഞാസ്വരൂപനായിരിക്കുന്ന അവനോട് ഏകീഭൂതനായി, സംപരിക്ഷുപ്തനായി എന്ന് വെച്ചാൽ അവനെ ആലിംഗനം ചെയ്ത്, എന്നുവെച്ചാൽ അവനോട് ഏകീഭവിച്ച് ഒന്നായി. ഇവിടെ രണ്ടില്ല. ഏകീഭവനത്തിനൊരു ഉദാഹരണം പറഞ്ഞാണ്. തന്നെയും അന്യനെയും അറിയാതെ ഏകനായി എവിടെ സ്ഥിതി ചെയ്യുന്നു? പര ആത്മനെ. എത്രയോ വാക്യങ്ങൾ. സംപ്രതിഷ്ഠതേ, ആ പരമാത്മസ്വരൂപത്തിൽ, തുര്യനിൽ. സംപ്രതിഷ്ഠതേ, അവൻ തുര്യസ്ഥിതനായിരിക്കുന്നു, അവൻ തുര്യനായിരിക്കുന്നു. എവിടെ? സുഷുപ്തിയിൽ. ആ തുര്യനാണ് ഇവിടെ ഇതിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുര്യനാണ് അവിടെ ഒന്ന് ശ്രവിക്കാതിരുന്നത്. ഇത്യാദി ശ്രുതിഭ്യ, അങ്ങനെ നിരവധി ശ്രുതികളുണ്ട്. എല്ലാത്തിലും ഒരു ഏകവാക്യതയുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം ഒരേ ഒരു താല്പര്യത്തെയാണ് പറയുന്നത്. അതഃ ഏവ നാന്യോ അന്യസ്മാദാഗച്ഛതി, അതുകൊണ്ട് താൻ വേറെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു, ശരി തന്നെ, ഇവിടെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ താൻ വേറെ ഒരു സ്ഥലത്ത് നിന്നും വന്നതല്ല, തന്നിൽ നിന്ന് തന്നെ വന്നതാണ്. ഒരു ജലത്തിൽ നിന്നൊരു തരംഗം വന്നതുപോലെ.
തശ്രുതിയാവ പ്രദർശിതേ അസ്മാദാത്മനഹൈതി. അതുകൊണ്ട് ശ്രുതി പറയുന്നു ഇതെല്ലാം ആത്മസ്വരൂപത്തിൽ നിന്ന് തന്നെ ആത്മവ്യതിരേകേണ വസ്തുന്തര അഭാവ. ഇത് അവിടത്തെ കുറിച്ച് പറയണം. ഇവിടെ സുഷുപ്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആത്മവ്യതിരേകേണ വ്യാഖ്യാനത്തിൽ പറയുന്നത് സുഷുപ്തവും, ആ സുഷുപ്തിയിൽ ഗാഠനിദ്രയിൽ ആത്മവ്യതിരേകേണ ആത്മാവല്ലാതെ വസ്തുന്തരാഭാവം മറ്റ് യാതൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? സുഷുപ്തിയിൽ ആത്മാവിനെ കൂടാതെ രണ്ടാമതായിട്ടൊന്നും വസ്തുന്തര അഭാവ. ഇതെന്റെ സംസ്കൃതമല്ല, നിങ്ങളുടെയും കൂടെ സംസ്കൃതമാണ്. ഞാൻ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നതല്ല, നേരായ ഭാഷയിലൂടെ പറയുകയാണ്. ആ സുഷുപ്തിയിൽ ആത്മാവല്ലാതെ രണ്ടാമതൊരു വസ്തു ഉണ്ടായിരുന്നില്ല, തുര്യൻ മാത്രം. അതാണ് തുര്യൻ. അത് ആ ശ്രോതാവ് ഉപനിഷത് വചനത്തെ കേൾക്കുന്നവൻ തന്നെ അതായി ധരിക്കുന്നു, ആ തുര്യനായി ധരിക്കുന്നു. പക്ഷെ ഇത് പറയുമ്പോഴെല്ലാം ഇത് പറയാം, ഗ്രഹിക്കേണ്ടവൻ ഗ്രഹിക്കും. ഇത്രയും പറഞ്ഞിട്ടും, കാരണം ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്, ശ്രുതി പറയുന്നത് സംശയരഹിതമാണ്, യാതൊരു വികല്പങ്ങളും കൂടാതെയാണ്. അങ്ങനെയാകാം, ഇങ്ങനെയാണോ, അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു മറ കൂടാതെ പറയുകയാണ്. അപ്പം അതിന്റെ നിയമമാണ്. എന്താണ്? പറയുന്നവൻ വ്യക്തമായി പറഞ്ഞാൽ കേൾക്കുന്നവനും വ്യക്തമായി ധരിച്ചേ മതിയാവും. എന്റെ മുമ്പിലിരിക്കുന്നത് പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങളെല്ലാം ഇത് പേനയാണെന്ന് ധരിക്കും? ധരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ സംശയരഹിതമായി പറയുകയാണ്. സംശയരഹിതമായി തന്നെ അതിനെ ബോധിക്കണം. അതല്ല വേറെ വഴിയില്ല. ഇനി പുസ്തകത്തെ സംബന്ധിച്ചും പേനയെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. സ്ഥാണുവാ പുരുഷോവാ, ഈ തൂണാണോ കള്ളനാണോ? ചെറിയ വെളിച്ചത്തിൽ തൂണിനെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തോന്നും, ഇത് വാഴയാണോ അതോ പ്രേതമാണോ? സംശയം വരാം. അതിനുള്ളൊരു സാധ്യത എവിടെയുണ്ട്? ഇവിടെ അതിനുള്ള സാധ്യതയും. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നത് സ്വസ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. തന്നെക്കുറിച്ച് അസന്നിഗ്ധമായി ബോധിപ്പിച്ചാൽ തന്നെക്കുറിച്ച് അസന്നിഗ്ധമായി തന്നെ ബോധിക്കണം. അങ്ങനെയാ ബോധിക്കുന്നത്. പിന്നീട് എന്താ ചെയ്യുന്നത്? അവൻ ആവശ്യമില്ലാതെ കൃത്രിമമായി സംശയങ്ങളിവിടെ കൊണ്ടുവരികയാണ്. അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. ബോധം സ്വാഭാവികം, അജ്ഞാന സംശയ വിപര്യങ്ങൾ കൃത്രിമം. അത് കൃത്രിമമായി അതിനെ സൃഷ്ടിക്കാതിരുന്നാൽ മതി. സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിനെ നമ്മൾ നമ്മുടെ കൺപോള കൊണ്ടോ വിരൽത്തുമ്പോ കൊണ്ടോ മറയ്ക്കാതിരുന്നാൽ മതി. അത് ബോധപൂർവം മറയ്ക്കുന്നതാണ്. സൂര്യന്റെ നോക്കി കണ്ണടച്ചു കഴിഞ്ഞാൽ അത് മറയും. എന്താ? സൂര്യന്റെ തകരാറാണ്, തന്റെ കൺപോളകളുടെ തകരാറാണ്. അതുപോലെയാണ് ഇവിടെ ഈ വിഷയം. ഇത് സംശയരഹിതമായി പ്രകാശിക്കുന്ന തത്വമാണ്, സ്വസ്വരൂപം എന്നുള്ള നിലയ്ക്ക്.
സൂര്യൻ ബാഹ്യമാണ്, ഇത് സ്വസ്വരൂപമാണ്. അത് പിന്നെ എന്തിനു സംശയിക്കണം? സംശയത്തെ എന്തിനു കൃത്രിമമായി ഉണ്ടാക്കണം? ചോദിച്ചിട്ട് കാര്യമില്ല. വീണ്ടും ചോദിക്കുന്ന സംശയം എന്താണ്? നന്വസ്തി പ്രാണാധ്യാത്മ വ്യതിരിക്തം വസ്തുന്തരം. പറയുന്നു, നിങ്ങളിതൊക്കെ പറയുന്നു, പറഞ്ഞല്ലോ എന്തിനു സംശയം ചോദിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത് ജാഗ്രത സ്വപ്നങ്ങളെ വെച്ച് തന്നെ ചിന്തിക്കാം. സുഷുപ്തിയിൽ നിന്ന് രണ്ട് വഴിയിലേക്ക് നടന്നു കയറാം. ഇവിടെ നിന്ന് നമുക്ക് കിഴക്കോട്ടും യാത്ര ചെയ്യാം, പടിഞ്ഞാറോട്ടും യാത്ര ചെയ്യാം. രണ്ടും ചെല്ലുന്ന ഒരിടത്ത് തന്നെ. രണ്ടു വഴിക്ക് എന്നാലും കരുനാഗപ്പള്ളി ചെല്ലും. അവിടെ സുഷുപ്തി സ്ഥാനം, അവിടെ നിന്ന് രണ്ടു വഴിക്ക് യാത്ര ചെയ്യും. ഒന്നുകിൽ സ്വപ്നത്തിലേക്ക്, അല്ലെങ്കിൽ ജാഗ്രതത്തിലേക്ക്. രണ്ടും ചെല്ലുന്ന ഇവിടത്തേക്ക് ബോധപ്രപഞ്ചത്തിലേക്കാണ്. ആ ബോധപ്രപഞ്ചത്തിലാണ് എത്തിച്ചേരുന്നത്. ശരി, അവിടെ ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ പറഞ്ഞല്ലോ വസ്തുന്തരാഭാവ, അവിടെ മാറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്? പ്രാണാധ്യാത്മ വ്യതിരിക്തം വസ്തുന്തരം. ഇവിടെ പ്രാണൻ ഉണ്ട്, ശരീരമുണ്ട്, കർണങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടേക്ക് മാത്രം യോജിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ അതൊന്നും ശരിയാവുന്നില്ല. ക്രിയാകാരകഭേദാദ്യ ലോകതശ്യമിഷീത്യഭൂ പറയുന്നു. ഈ ലോകത്തിൽ എന്ന് വെച്ചാൽ ഈ വ്യവഹാരതലത്തിൽ, വ്യവഹാരതലം എന്ന് പറയുമ്പോൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഈ തലം, ഇതെല്ലാം പറയുന്ന ഈ തലത്തിൽ ക്രിയാകാരക ഭേദങ്ങളെല്ലാം ഉണ്ട്. സുഷുപ്തിയിൽ പരമാർത്ഥമായിക്കൊള്ളട്ടെ. ശരി, ക്രിയാകാരക ഭേദങ്ങൾ എന്ന് വെച്ചാൽ ഈ അനുഭവം. ക്രിയാകാരക ഭേദം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഞാനൊന്നും ചെയ്തില്ല, ഇവിടെ ചെയ്യുന്നവനാണ്. അവിടെ ഞാനൊന്നും കണ്ടില്ല, ഇവിടെ കാണുന്നവനാണ്. അവിടെ ഞാനൊന്നും അനുഭവിച്ചില്ല, ഇവിടെ ഞാൻ അനുഭവിക്കുന്നവനാണെന്ന് സുഷുപ്തിയും ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും കുറിച്ച് നമ്മൾ പറയുന്നു. ഈ ഭേദം നമുക്കുണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, ഈ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. എന്താണോ ഈ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അനുഭവത്തെ നിഷേധിക്കുന്നതല്ല അദ്വൈതം. ഈ അനുഭവത്തെ അംഗീകരിക്കുന്നു. രണ്ടും കൂടെ എങ്ങനെ ശരിയാകും? ഈ ക്രിയാകാരക ഭേദങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നു, അവിടെ ഒന്നും അനുഭവിച്ചില്ല, അത് പരമാർത്ഥമാണ്. ഇതും പരമാർത്ഥം എങ്ങനെയാകും ഭേദത്തെ അനുഭവിക്കുമ്പോൾ എന്ന് പറയുന്നത് ന വസ്തുന്തരം. ഇങ്ങനെ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിലും താൻ ആരായിരുന്നു അവിടെ? ഇതെല്ലാം വിട്ട് ആ ഗാഢനിദ്രയിൽ താൻ ആരായിരുന്നു? ഞാൻ ഇപ്പൊ പറയുന്നത് എന്താണ്? ആ ഞാൻ തന്നെ ഇവിടെ. പിന്നെ ഇതൊന്നും അന്യവസ്തുവല്ല, ഈ താൻ തന്നെ. ഇതെല്ലാം താൻ തന്നെയാണ്. ഈ ക്രിയാകാരക ഭേദങ്ങളെല്ലാം ആ വസ്തു തന്നെയാണ്. പ്രാണാദേഹി തദൈവ നിഷ്പത്തേഹി, ഇതെല്ലാം അവിടെ നിന്നാണ് പ്രകടമായത്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ഈ പറയുന്നതിലൊരു യുക്തിയുണ്ട്. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണങ്ങളെല്ലാം അസ്വർണം തന്നെ, മണ്ണിൽ നിന്നുണ്ടായ പാത്രങ്ങളെല്ലാം മണ്ണ് തന്നെ, ജലത്തിൽ നിന്നുണ്ടായ തിരകളെല്ലാം ജലം തന്നെ. തത്വത്തിൽ
അതാണെങ്കിലും അനുഭവത്തിൽ അങ്ങനെയല്ലല്ലോ. എന്നാൽ അനുഭവത്തിലേക്ക് വരിക. ഇവിടെ അനുഭവത്തിൽ എന്താണ് നീ അനുഭവിക്കുന്നത്? ഇതെല്ലാം വേറെ വേറെ അനുഭവിക്കുന്നു. അപ്പൊ ഇനി ഈ അനുഭവം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. എന്താണ് ഈ അനുഭവം? യഥാസ്ഥിതാത്മയാഥാത്മ്യ സമ്യജ്ഞാനേന ബാധ്യതേ. ഇവിടെ ഭേദത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിവേകത്തിന്റെ വെളിച്ചത്തിൽ ആ ഭേദത്തെ പരിശോധിക്കുക. അനുഭവിക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ പോരെ. അങ്ങനെ സ്വീകരിക്കുന്നതിന് ഗുരു ഉപദേശിക്കേണ്ട കാര്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഉപനിഷത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അനുഭവത്തെ അങ്ങനെ തന്നെ സ്വീകരിച്ചാൽ പോരാ. അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ സൂര്യൻ ഇന്നും നമുക്ക് കറങ്ങിക്കൊണ്ടിരുന്നേ, കറങ്ങുന്ന വസ്തുവായി. അവിടെ നമ്മളെന്ത് ചെയ്തു? ശാസ്ത്രയുക്തിയെ സ്വീകരിച്ചു. ഇതിനെ അപേക്ഷിച്ച് അത് യഥാർത്ഥമാണ്. അങ്ങനെ ഇവിടെ എന്താണോ യാഥാത്മ്യജ്ഞാനം, സമ്യജ്ഞാനം, സമ്യക് ദൃഷ്ടി, ആ സമ്യക് ദൃഷ്ടിയിലൂടെ ഇതിനൊന്ന് പരിശോധിച്ച് നോക്കുക. സൂര്യൻ കറങ്ങിക്കൊണ്ടേയിരിക്കും ഏത് ദൃഷ്ടി പരിശോധിച്ചാലും. പക്ഷേ അതിലൊരു സമ്യക് ദൃഷ്ടിയുണ്ട്. എന്താണ്? അതിന്റെ സത്യത്തെ അറിയുന്ന ഒരു സമ്യക് ബോധം. ആ ബോധം ഓർപ്പിക്കേണ്ട സമയത്ത് ഓർപ്പിക്കും. എന്താണ്? അത് നിശ്ചലമാണ്. ഇങ്ങനെ കറങ്ങിക്കോട്ടെ, ദോഷമൊന്നുമില്ല. പക്ഷെ അത് നിശ്ചലമെന്ന് ബോധിപ്പിക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധം ഇവിടെയും ഉണ്ട്. ഇത് നിശ്ചലമാണ്, ഇത് നിസ്തരംഗ സമുദ്രമാണ്. ഈ സമുദ്രത്തിൽ അലകളുണ്ട്, പക്ഷെ ഇത് നിസ്തരംഗമാണ്. എന്താ, നിങ്ങൾക്ക് ബാഹ്യമായൊരു വിഷയത്തിൽ അങ്ങനെ ഒരു തത്വബോധത്തെ സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ സ്വരൂപത്തെ സംബന്ധിച്ച്, ഈ ശ്രോതാവിന്റെ കേൾക്കുന്നതിന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കൂടാ? അവിടെ പിന്നെ എങ്ങനെ സംശയം ഉണ്ടാവും? അതാണ് സമ്യജ്ഞാനേന ബാധ്യത. സമ്യജ്ഞാനം കൊണ്ട് ബാധിക്കുന്ന ഇതുപോലെയാണ്. സൂര്യൻ കറങ്ങുന്ന അനുഭവം ഉണ്ടെങ്കിലും സൂര്യൻ നിശ്ചലമാണെന്നുള്ള ആ ബോധം കൊണ്ട് ഇത് ബാധിക്കുന്നു. ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതീതി നഷ്ടപ്പെടുന്നു എന്നല്ല. അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ബാധ എന്താണെന്ന് മനസ്സിലാക്കും. അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ ഒരു അറിവുണ്ടല്ലോ. അറിവ് പറയുന്നു ഈ അനുഭവം ശരിയല്ല. അതുപോലെ പ്രാണാദികളുടെ ഈ അനുഭവം ശരിയല്ല. ഇവിടെ ഏകമായ സംവിത്താണ്. അല്ല, ഇത് ശരിയാണെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ അവിടെ പറയും അത് മിഥ്യയാണ്. ഇത് ശരിയാണെന്നുള്ള നിങ്ങളുടെ ആ തോന്നൽ, ആ അനുഭവം, അത് മിഥ്യയാണ്, അത് ശരിയല്ല, ശരി വേറെയാണ്. ബാലൻ പറയുകയാണ് സാറ് പറയുന്നത് ശരിയല്ല, സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവനത് നിർബന്ധമാണ്. കാരണം അവന്റെ അനുഭവത്തെ അവന് നിഷേധിക്കാൻ പറ്റത്തില്ല. സാറ് പറയും അത് ശരിയല്ല. അതിന്റെ ആ അനുഭവം അങ്ങനെ അനുഭവത്തിലുണ്ടെങ്കിലും സത്യത്തിന് വിരുദ്ധമാണ്. അതുപോലെ ഈ സംവിത്ത് ഏകരൂപത്തിൽ പ്രകാശിക്കുമ്പോഴും നാനാത്വ പ്രതീതി ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ ഏകത്വം, സംവിത്ത് പ്രകാശം, അതാണ് സത്യം. ഭേദബുദ്ധി ഉണ്ടെങ്കിൽ അതിനെ കൊടുത്തിരിക്കുന്ന പേരാണ് അത് മിഥ്യാനുഭവം. അത് സ്വീകരിക്കുന്നതിന് എന്താ പ്രയാസം? അങ്ങനെ ഒരു സമ്യജ്ഞാനം ഉണ്ടായാൽ, ആ സമ്യജ്ഞാനം ഉണ്ടാകുന്നതിനാണ് ഇവിടെ നിന്ന് സുഷുപ്തി വരെ പോയത്. ഈ ജാഗ്രതത്തിൽ സുഷുപ്തിയിൽ പോയിട്ട് തിരിച്ച് വന്ന്
എന്നുവെച്ചാൽ ജാഗ്രതയിലിരുന്നുകൊണ്ട്, ഉറങ്ങിയിട്ടല്ല. ജാഗ്രതയിലിരുന്നുകൊണ്ട് അവിടേക്ക് പോയി. നമ്മളതാ ചെയ്യുന്നു. നമുക്ക് ഉറങ്ങിയിട്ട് അവിടെ പോകാൻ പറ്റത്തില്ല. ജാഗ്രതയിലിരുന്നുകൊണ്ട് അവിടെ പോകാം. ജാഗ്രതത്തിൽ ചിന്തിക്കുന്നു എന്നർത്ഥം. പോകുന്നു എന്ന് വെച്ചാൽ ജാഗ്രതത്തിൽ ആ സ്വരൂപത്തെ കുറിച്ച് ചിന്തിച്ചു. എന്താണ്? വസ്തുന്തരാഭാവ. അവിടെ വസ്തുന്തരമില്ല, രണ്ടാമതൊന്നില്ല. എന്നിട്ട് ഈ ജാഗ്രതത്തിലേക്ക് നോക്കുന്നു, ഈ ഉണർവിലേക്ക്. ഇവിടെ വസ്തുന്തരം കാണുന്നുണ്ട്. അവിടെ ആ ബോധത്തെ കൊണ്ട് ഈ ബോധത്തെ തിരസ്കരിക്കുന്നു, അനൃത ബുദ്ധിയെ തിരസ്കരിക്കുന്നു. അത് മഹാജാഗ്രത, ഉണർവിന്റെ ഉണർവ്. അവിടെ പറയുന്നു ഇതിനൊരു സമാധാനം. എന്താ ഈ പ്രതീതി? സത്യത്തിന് വിരുദ്ധമായൊരു പ്രതീതി. അത് ബോധ്യപ്പെടുമ്പോൾ പറയുന്നു അത് ഒരു തോന്നൽ, ഒരു മിഥ്യ. അത്രയേ ഉള്ളൂ മിഥ്യാശബ്ദത്തിനർത്ഥം. സത്യത്തിനോട് കൂട്ടിച്ചേർക്കാനോ സത്യത്തിൽ നിന്ന് തിരസ്കരിക്കാനോ ഇവിടെ മിഥ്യ എന്ന് പറയുന്ന ഒരു വസ്തുവില്ല. അങ്ങനെ ഒന്നില്ല. എന്തുകൊണ്ട്? സത്യം പൂർണ്ണമാണ്. പൂർണ്ണമതഃ പൂർണ്ണമിതം നമ്മൾ പറയുന്നില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. സമ്യക് ജ്ഞാനം. ആ സമ്യക് ജ്ഞാനം കൊണ്ട് ഈ വിപരീത ബോധം ബാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ദ്വൈതധീരവിദ്യ സേകരസ ആത്മവിദ്യയാ ബാധ്യതേ. ഏകരസാത്മവിദ്യ എന്നാണ് പറയുന്നത്. ആത്മവിദ്യ ഏകരസമുള്ളതാണെന്ന്. ആത്മവിദ്യക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ, പല സ്വഭാവങ്ങളും. അതേസമയം അവിദ്യ അങ്ങനെയല്ല, അത് പല സ്വഭാവങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കും. ആത്മവിദ്യ ഏക സ്വഭാവത്തിലിരിക്കുന്നു. ഏക സ്വഭാവത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഭേദത്തെ നിരാകരിക്കുന്നു. ആത്മവിദ്യയിൽ ഭേദത്തിന് സ്ഥാനമില്ല. ആ ബോധത്തിന് പറയുന്നത് ഏകരസ. തസ്മ തദ്വ്യുത്പാദനായ. പക്ഷെ ഇങ്ങനെ ഒരു ബോധം വരണ്ടേ ഇവിടെ? അങ്ങനൊരു ബോധം ഉണ്ടാകും. എന്തായാലും അത് തനിയെ ഉണ്ടായി. അത് ഉണ്ടാകുന്നതിന് വേണ്ടി ശ്രുതിയെ ആശ്രയിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് തന്നിവൃത്തിയ പ്രശ്നവും. രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ വന്ന അതിനു വേണ്ടിയിട്ടാണ്. ആ രണ്ട് ചോദ്യങ്ങളെ ഏതുവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഭാഷ്യകാരൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചോദ്യങ്ങൾ. അതുകൊണ്ട് പ്രാണാദേഹി തദൈവ നിഷ്പത്തേഹി. പ്രാണാദികളെല്ലാം അവിടെ നിന്നാണ് നിഷ്പന്നമാകുന്നത്. അതുകൊണ്ട് പ്രാണാദികളൊന്നും അന്യമല്ല. അദ്വൈതമായ ഏകമായ സത്തയാണ് ഇതെല്ലാമായി പിരിഞ്ഞനുഭവിക്കുന്നത്. തത്കഥം. അതെങ്ങനെ ഇനി വിശദീകരിക്കാം? എങ്ങനെ വേണമെങ്കിലും വിശദീകരിക്കാം. എങ്ങനെ ആ ദൃഢമായ ബോധം, തത്വത്തിൽ സംശയരഹിതമായ സ്ഥിതി, അത് സംഭവിക്കുമോ അതുവരെ, എങ്ങനെ സംഭവിക്കാമോ അങ്ങനെ ഈ വിശദീകരണം തുടർന്നുകൊണ്ടേ പോകും. മനനം തുടർന്നു തന്നെ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഉച്ചതേ തത്ര ദൃഷ്ടാന്ത. ദൃഷ്ടാന്തത്തിലൂടെ വിശദീകരിക്കുന്നു. തത്വത്തിന്റെ സ്വഭാവം അതാണ്. നേരിട്ട് അധികം പിടിക്കാനൊക്കത്തില്ല. തന്റെ മൂക്കൊണ്ട് തൊടാനൊക്കത്തില്ല. വിരലുകൊണ്ട് തൊടാം.
അപ്പം മൂക്കിലൊന്ന് തൊടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിരലിനെ ആശ്രയിക്കേണ്ടി വരും. അതുപോലെയാണ് തത്വത്തെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ ദൃഷ്ടാന്തത്തിനെ ആശ്രയിക്കും. എന്തായാലും മൂക്കൊന്ന് തൊട്ട് നോക്കണമെന്നുണ്ട്. അതവിടെ ഉണ്ടോ ഇല്ലയോ ഒന്ന് അറിയണമെന്ന് തോന്നി. എന്താ വഴി? മൂക്കൊണ്ട് തൊടാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? വിരലിനെ ആശ്രയിക്കുന്നു. അതുപോലെയാണ് ദൃഷ്ടാന്തത്തിന്റെ സ്ഥാനം. അതിലൂടെ വരാം. മൂക്കിൽ ശരിക്കൊന്ന് പിടിച്ച് തടവിയൊക്കെ നോക്കാം. അത് എങ്ങനെയാണ്? അതിന്റെ ഷേപ്പൊന്നും മാറിയിട്ടില്ല, സ്വസ്ഥാനത്ത് തന്നെ ഉണ്ട്. കണ്ണിനെ അതുപോലെ ഇതിട്ട് കണ്ണുകൊണ്ട് കാണാൻ വയ്യ. അതിന്റെ സൗന്ദര്യവും കാന്തിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ മുമ്പിലൊരു കണ്ണാടി എടുത്ത് പിടിക്കണം. അതിൻ്റെയൊക്കെ സ്ഥാനത്താണ് ആ ദൃഷ്ടാന്തം. അപ്പം അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളെല്ലാം പരിഹരിക്കും. എൻ്റെ കണ്ണെങ്ങനെയാണ്? ഉരുണ്ടതാണോ, നീണ്ടതാണോ, ഭംഗിയുള്ളതാണോ, വികലമാണോ, എല്ലാം പരിഹരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് സ യഥോർണനാഭി തന്തുനോച്ചരേ യഥാ അഗ്നേർ ക്ഷുദ്ര വിസ്ഫുലിംഗാഃ വിച്ഛരന്തി ഏവമേവ അസ്മാദാത്മനഃ സർവേ പ്രാണാഃ സർവേ ലോകാഃ സർവേ ദേവാഃ സർവാണി ഭൂതാനി വിച്ഛരന്തി തസ്യോപനിഷത് സത്യസ്യ സത്യമിതി പ്രാണാവൈ സത്യം തേഷാം യേഷ സത്യം. ശാന്തി ശാന്തി ശാന്തി.